ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് ട്രിവാൻഡ്രം സൂ വെക്കേഷൻ ട്രിപ്പ് പോയതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ നമ്മൾ അതിനടുത്തുള്ള ഒരു കോവളം ബീച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് എനിക്ക് ബീച്ചിൽ പോകണം എന്നാണ്. അപ്പം കൂടാതെ തന്നെ ആനിമൽസിനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ പറ്റിയ ഒരു സ്പോട്ടായിട്ടാണ് നമ്മൾ ട്രിവാൻഡ്രം ചൂസ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ കോട്ടയംകാരാണ്. കോട്ടയത്ത് നമുക്ക് ബീച്ചോ കടലോ ഒന്നുമില്ല. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ആലപ്പുഴയിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ എറണാകുളം പോകേണ്ടി വരും. പക്ഷേ സൂവും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിവാൻഡ്രം തന്നെ ചൂസ് ചെയ്തത്. അങ്ങനത്തെ ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുട്ടീസ് രണ്ടും റെഡി ആയിട്ടുണ്ട്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്താ വരാത്തെന്ന് പറഞ്ഞ് ചോദിച്ച് നിൽക്കുവാണ്. അതിനിടയ്ക്ക് രണ്ടാളും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും മറന്നില്ല കേട്ടോ. വേഗം ബീച്ചിലേക്ക് പോകാം. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ബീച്ചിലുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 4:30 ബീച്ചിലെത്തിയത്. സൺസെറ്റും ഒക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോരാമെന്നാണ് വിചാരിച്ചത്. മഴക്കാറായിരുന്നതിനാൽ നമുക്ക് സൺസെറ്റ് അത്ര ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല. കറക്റ്റായിട്ട് നമുക്ക് സൺസെറ്റ് വ്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എങ്കിൽ പോലും കുട്ടികൾക്ക് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. കാരണം വെയിലിൻ്റെ കാഠിന്യം വളരെ കുറവായിരുന്നു മഴക്കാറുണ്ടായിരുന്നുകൊണ്ട്. അതുകൊണ്ട് അവർ നല്ലോണം എൻജോയ് ചെയ്ത് ഏകദേശം ഒരു 6 മണിയാകുമ്പം നമ്മൾ അവിടുത്തെ ഗാർഡ്സൊക്കെ ഇറങ്ങി തുടങ്ങും. നമ്മളെ വെള്ളത്തിൽ നിന്നൊക്കെ കയറ്റി തുടങ്ങും. കാരണം ഇപ്പം തന്നെ കണ്ടില്ലേ, ഏകദേശം 6 മണി അടുത്തപ്പോൾ തന്നെ തിരമാലകളൊക്കെ നല്ല ശക്തമായി തുടങ്ങി. അപ്പോൾ 6 മണി മുതൽ അവർ ഒരുപാട് ദൂരെയുള്ളവരെ മുതൽ കയറ്റി തുടങ്ങും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ പാരാസെയിലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ സ്പീഡ് ലോഞ്ച്, നമുക്ക് കടലിൻ്റെ ഏകദേശം കുറച്ച് ദൂരത്തേക്ക് നമുക്ക് ഇങ്ങനെ സ്പീഡ് ലോഞ്ചിലൊക്കെ പോകാൻ അവസരമുണ്ട്. അപ്പം അതെല്ലാം ആസ്വദിക്കേണ്ടവർക്ക് ആസ്വദിക്കാം. എന്തായാലും കുട്ടികൾക്ക് ഇതുപോലെ കുറേ നേരം ബീച്ചിലിറങ്ങി കളിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അവർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റി. ഒരുപാട് പേര് കേട്ടോ, വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയേറെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു. ഇന്നത്തെ വീഡിയോ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കിടിലൻ അടിപൊളി വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് അനുമോൾ.